ഹലോ ഗായ്സ്, കാസർഗോട്ടെ ഇച്ച എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനുള്ളത് തമിഴ്നാട്ടിലെ ഏർവാടി എന്ന സ്ഥലത്താണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ ഉള്ളത് സുൽത്താൻ സയ്യിദ് ഇബ്രാഹിം സയ്യിദ് ബാദിഷ എന്ന മഹാനായ വലിയവരുടെ ഒരു ദർഗയാണ്. അപ്പോൾ ഞാൻ രാത്രിയായി പോയതുകൊണ്ട് ഇവിടെ വളരെ ശാന്തവും സ്പിരിച്വൽ ഫീലും ഉള്ളതുമായാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അപ്പോൾ ഇവിടെ കൊത്തു പൊറാട്ട ഉണ്ടാക്കുന്ന ഒരു ചേട്ടനൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് വെച്ച് കണ്ടു. പിന്നെ ഞാൻ ഫുഡ് കഴിച്ചിട്ടാണ് അവിടെ പോയത്. അപ്പോൾ പലരും രാത്രിയിൽ ദുആ ചെയ്യാനാണ് വരുന്നത്. പിന്നെ ചിലർ മെൻ്റൽ ഹീലിംഗ് അതൊക്കെ വിശ്വസിച്ച് വരുന്നുണ്ട്. ഇന്ന് ദർഗയിൽ മുഴുവനും ഒരു ഭക്തിയും ദയഭക്തിയും മിക്സായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങൾക്കൊക്കെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഈ ചേട്ടൻ ഉണ്ടാക്കുന്നത് കുത്തു പൊറോട്ടയാണ്. വളരെ മനോഹരമായിട്ട് അദ്ദേഹത്തിൻ്റെ കലാപരമായിട്ടാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞ ഏർവാടി ദർഗാ ഷെരീഫ്. അപ്പോൾ ഏർവാടി വളരെ പ്രശസ്തമാണ് മെൻ്റൽ ഇൽനെസ് ബിലീഫ് കൊണ്ടാണ്. അപ്പോൾ ചില ആളുകൾ ബിൽഡിംഗ് തെറാപ്പി പോലുള്ള കാര്യങ്ങൾ കാണാൻ പോകാറുണ്ട്. ഇത് കോൺട്രോവേഴ്സിയൽ ആണ്. പിന്നെ ഇവിടെ ചെയിൻ ബിൽഡിംഗ് തെറാപ്പി ഇപ്പോൾ ഇത് കോൺവേഴ്സ്യലാണ്. ഞാൻ പോകുമ്പോൾ കുറേ ആൾക്കാരെ അവിടെ കണ്ടു. പക്ഷേ അവർ കാണാൻ നമ്മളോട് ചൂടാവുകയും പലതരത്തിലുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ഇത് കാണുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും അല്പം ഒരു അൺഈസി ഫീലൊക്കെ കാണാൻ സാധിക്കും. പക്ഷെ ഞാൻ അങ്ങോട്ട് ചെന്നു. ഇതാണ് ഇവിടെ പ്രാർത്ഥിച്ചാൽ മാനസിക പ്രശ്നങ്ങളും പിന്നെ പല പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയും പിന്നെ ജീവിതത്തിൽ ശാന്തി കിട്ടുകയും എന്ന് വെച്ചാണ് ആൾക്കാരൊക്കെ ഇവിടെ പോകാറുള്ളത്. പിന്നെ ഇതാണ് സുൽത്താൻ സയ്യിദ് ഇബ്രാഹിം സയ്യിദ് ബാദിഷ എന്ന മഹാനവരുടെ ദർഗയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ദർഗയുടെ ഉള്ളിലേക്ക് വേണ്ടി 10 രൂപ നിങ്ങൾക്ക് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ദർഗയിൽ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് 100 രൂപ നിങ്ങൾ ചെലവഴിക്കണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ പുറത്തുള്ള ആ കാഴ്ചകളാണ് നിങ്ങൾക്ക് അകത്ത് പോകാതെ ഇങ്ങനെ കാഴ്ച തരുന്നത്. അപ്പോൾ ഇവിടുത്തുള്ള ആൾക്കാരൊക്കെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഒരുപാട് മലയാളികളായ ഒരുപാട് ഉസ്താദുമാരും അതുപോലെ ഒരുപാട് ഭക്തരുമൊക്കെയാണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് അവിടുത്തെ പള്ളി. പിന്നെ അവിടുത്തെ പല കാഴ്ചകളും ഞാൻ അവിടെ കണ്ടു. ഇതാണ് ഹൗള്. വളരെ മനോഹരമായ ഹൗള്, വിശാലമായ ഒരുപാട് ആൾക്കാർക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്ന വളരെ വലിയ ഒരു പള്ളിയായിരുന്നു അത്. അപ്പോൾ അവിടെ കുറേ ചെറിയ മീനുകളും അതൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു രാത്രി അവിടെ പോയത്. അപ്പോൾ ഇവിടുത്തെ പലരും ഇവിടെ യാത്ര വന്നവർ ഇവിടെയാണ് താമസിക്കാറുള്ളത്. താഴത്തൊരു പായ വിരിച്ചിട്ടും അതുപോലെ ഒരുപാട് പിന്നെ വിശ്വാസികളായാലും അതുപോലെ മറ്റു മതസ്ഥരായാലും ഒരുപാട് ആൾക്കാരെ ഞാൻ അവിടെ കണ്ടു. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് തിരിച്ചിറങ്ങി അടുത്തത് ഞാൻ പോകാൻ പോകുന്നത് ഇവിടെ അടുത്തുള്ള കാട്ടുപള്ളി എന്നുള്ള പ്രദേശത്തേക്കാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരുപാട് ഷഹീദന്മാരുടെ മക്ബറകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നിന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ മാറിയിട്ടാണ് ഇത് കാണാൻ സാധിക്കുക. അപ്പോൾ ഇവിടെ നാടൻ ഭക്ഷണം ഉണ്ടാക്കുന്ന ഇവിടുത്തെ ഒരു ഇതാണ്. അപ്പോൾ ഞാനവിടെ ഇവിടെ ഒരുപാട് വലിയ മഹാന്മാരുടെ മക്ബറകൾ ഉള്ളതാണ്. അപ്പോൾ ഒരുപാട് ഏകദേശം 10-20 സ്ഥലം ഇതുപോലെ ഒരു സ്ഥലം നിങ്ങൾക്ക് കാണാൻ സാധിക്കുമ്പോൾ പുറത്ത് ഇതുപോലെ ഒരുപാട് സഞ്ചാരികളും നാടുവടികളും അതുപോലെ ഒരുപാട് ആൾക്കാരൊക്കെ അവിടെ വരുന്നത് എനിക്ക് കണ്ടു. അപ്പോൾ സ്ത്രീകൾക്ക് അവിടെ പ്രത്യേകമായ ഒരു ഇതൊക്കെ സൗകര്യമൊക്കെ ഉള്ളത് കണ്ടു. അപ്പോൾ ഞാൻ മഖാമിൻ്റെ ഉള്ളിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ മഖാമിൻ്റെ ഉള്ളിലേക്ക് നേർച്ചപ്പെട്ടിയും അതുപോലെ അവിടെ ഉള്ള ഒരുപാട് അച്ചാറുകളും അതുപോലെ സ്വീറ്റ്സുകളും ഈത്തപ്പഴങ്ങളും വിൽക്കുന്നതൊക്കെ കണ്ടു. ഇതാണ് വലിയ മഖ്ബറ. അതുപോലെ ഇവിടെ ചന്ദനത്തിരികളും അതുപോലെ വിളക്കിൽ തീ കൊളുത്തിക്കുന്നതൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞങ്ങളവിടെ നിന്ന് വന്ന കുറേ ആൾക്കാർ അവിടെ ദുആ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ അവിടെയുള്ള ആ ഒരു വലിയ അമീർ അബ്ബാസ് അങ്ങനെ വലിയ മഹാനവരുടെ ദർഗയിൽ പോയി. അവിടുത്തെ കിണറാണ്. അപ്പോൾ ഇവിടെ നടന്നു പോകാൻ വളരെ വിശാലമായ സ്ഥലമാണ്. വളരെ ക്ലീനും കൂടിയാണ്.
അപ്പോൾ രാത്രി ഞാൻ അവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ പോയാണ്. അപ്പോൾ അവിടെയുള്ള ഒരു കാഴ്ചകൾ എന്നു പറയുന്നത് ഒരുപാട് ശാന്തവും ഇതുപോലെ ഒരു മഖാമും അതൊക്കെ വളരെ ഒരു മനസ്സിന് ഒരു ആശ്വാസം കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഒരുപാട് ഭക്തർ ഇവിടെ വന്നു പോയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഇവിടെ വന്ന് ഏകദേശം എല്ലാ മക്കാമുകളിലേക്കും ഞാൻ പോയി. ഇപ്പോൾ ഇവിടെ കാണുന്നത് ഒരു ഷഹീദുൽ എന്ന് പറയുന്ന ഒരു മഹാനവറുടെ ദർഗയാണ്. അപ്പോൾ അകത്തേക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിലും അവിടെ നിന്നുള്ള ആ ഒരു കാഴ്ച കണ്ട്. ഇപ്പോൾ ഇവിടെ മെയിനായിട്ട് മലയാളത്തിലും തമിഴിലും ഇംഗ്ലീഷുമാണ് ഓരോരോ ലാംഗ്വേജിലൂടെ അറിയാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത്. കാരണം അധികം മലയാളികളാണ് ഇവിടെ എത്താറുള്ളത്. അപ്പോൾ പുറത്ത് കുറേ ആടുകളും പശുക്കളും ഒക്കെ കണ്ടു. പിന്നെ ഇവിടെ വേറൊരു മഖാമ്, ഏകദേശം 10-25ഓളം മഖാമുകളും അതുപോലെ ഒട്ടേറെ ചെറിയ ചെറിയ മഖാമുകളും ഒക്കെ ഞാൻ അവിടെ കണ്ടു. അപ്പോൾ ഇവിടെ വന്നത് ഇത്രയും കഷ്ടപ്പെട്ട് വന്നതുകൊണ്ട് അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമേ ലൈഫിൽ ഇങ്ങനെയുള്ള ഒരു സംഭവം ഉള്ളതുകൊണ്ട് എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ഞാൻ കരുതി. അപ്പോൾ വീണ്ടും അവിടുത്തെ മഖാമിലോട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നത് രാത്രി ആയതുകൊണ്ട് എല്ലാം അടച്ചിട്ടു എന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് കീലക്കര എന്ന് പറയുന്നുള്ള ഒരു സ്ഥലത്ത് മൊഹീദ്ദീൻ മാലയുടെ രചയിതാവായിട്ടുള്ള ഒരു സൂഫി വരുന്നത്. അപ്പോൾ അടുത്തത് ഞാൻ അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടത്തേക്ക് പോയപ്പോൾ അവിടെ ക്ലോസായി. പക്ഷേ എന്തായാലും ആ പുറത്തുള്ള ഒരു കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് മഖാമൊക്കെ ഞാൻ സന്ദർശിച്ചു. അപ്പോൾ ഇവിടുത്തെ കുറേ വലിയ ആ ഒരു കാഴ്ചകൾ എത്ര കണ്ടാലും മതി വരില്ല. അപ്പോൾ ഇവിടെ കുറേ പശുക്കളും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ അരിഞ്ഞുതിരിക്കുന്ന പശുക്കളും അതുപോലെ അതാണ്. ഇപ്പോൾ ഇവിടെ ഒരു വലിയ നിലാവ് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ വളരെ കൗതുകം നിറഞ്ഞ ഒരു യാത്ര കൂടിയായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് ഇപ്പോൾ ഇവിടെ നിന്ന് സ്ഥലം വിട്ട് ഏകദേശം ഇവിടെയുള്ള എല്ലാ മഖാമുകളും കണ്ടു കഴിഞ്ഞു. അപ്പോൾ അടുത്തത് ഞാൻ ഇവിടെ നിന്ന് ബസ് കയറിയിട്ടാണ് കീലക്കര പോയത്. ഏകദേശം അവിടെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവിടെ എത്തിയത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണിത്. അപ്പോൾ ഇതാണ് ആ ഒരു ജിന്നു പള്ളി എന്ന് പറയുന്നത്.